ചേട്ടാ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അതിന്റെ ഒരു ചൂടാണ്, നല്ല ചൂടിലാണ് നിൽക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ. ഈ 10 വർഷത്തിൽ ഞാനും ഒരു 64 വയസ്സ് കഴിഞ്ഞ ഒരുത്തനാണ്. 2000 രൂപ അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ഞാൻ മിക്കവരെയും കണ്ടിട്ടുണ്ട്, പ്രായമായിട്ടുള്ള എല്ലാവരും മക്കളുടെ അടുക്ക കൈനീട്ടി ഒരു ചായക്കന് ആ ഒരു ഗതികേട് അവർക്കില്ല. ഞാനൊരു ഓട്ടോക്കാരൻ എൻ്റെ ഒരു മോളെ MBA വരെ എത്തിക്കണമെങ്കിൽ അത് എന്തും വേണ്ടി ഉണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക കഴിവ് എല്ലാവരും UDF-ന്റെ പ്രകടന പത്രികയിലും കുറെ കാര്യങ്ങൾ UDF-ന്റെ പ്രകടന പത്രിക ഞാൻ കണ്ടതാണ്, NDA-യുടെ പ്രകടന പത്രികയും ഞാൻ കണ്ടതാണ്. 3000 രൂപ NDA ഏത് സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്? ഇപ്പൊ 2000 രൂപ NDA ഏതെങ്കിലും സംസ്ഥാനത്ത്? SDPയുടെ വിരുദ്ധ വാർഡ് പ്രസിഡന്റാണ്. CPM-നോട് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ പാർട്ടി പറഞ്ഞ് CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വോട്ട് ചെയ്യണം. താല്പര്യമൊന്നുമില്ല. അപ്പൊ SDP CPM ബന്ധം എന്നുള്ളത് സത്യമാണോ? ഞാൻ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ഡീലുണ്ടല്ലോ. അല്ല, ഒരു കാര്യമുണ്ട്, ഇന്നലെ വരെയും കോൺഗ്രസ് ആയിരുന്നു, ഇന്ന് SDP ആയി, നാളെ ഇനി ഇത് ആരാവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. ചേട്ടാ, ഈ ഡീൽ ആരോപണം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ. കാരണം കേരളത്തില് വീണ്ടും മൂന്നാമതൊരു LDF-ന്റെ ഭരണം വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് എന്താ ഇവിടെ കുറവ്? എന്തിന് കുറവുണ്ട്? 30 കൊല്ലം ഭരിച്ചു. റോഡെല്ലാം ദൈവം നല്ലതാണ്, കണ്ണടച്ച് ഓടിക്കാം. സർവ മേഖലയും ഭരിച്ചു മുടിച്ച്. കാരണം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. ചേട്ടാ, ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമാകും? ശബരിമല ഒരു വിഷയത്തില്ല. കാരണം സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, സർക്കാരാണെങ്കിൽ പിന്നെ അത് സ്വർണ്ണക്കൊള്ള അത് വിഷയം തന്നെയാണ്. കാര്യം സഖാക്കളാണ്, 3 മുൻ MLA ആണ് അകത്ത് കിടന്നത്. ഒരു നടപടിയും പാർട്ടി എടുത്തില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ആരോഗ്യരംഗം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലാതെ എവിടെയും പോകാൻ പറ്റത്തില്ല. ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇവരൊന്നും ചെന്ന് നോക്കാത്തത് കൊണ്ടാണ്. അവിടെ ആവശ്യത്തിനുള്ള മരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു MRI സ്കാൻ എടുക്കണോ, EG എടുക്കണമല്ലോ, CT സ്കാൻ എടുക്കണമെങ്കിലൊക്കെ വളരെ തുച്ഛമായ പൈസയാകുന്നുള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ വയനാട് ദുരന്തത്തിന്റെ 780 കോടിയും വയനാട് ദുരന്തത്തിന്റെ 780 കോടിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുവച്ചോ. യൂത്ത് കോൺഗ്രസ് വയനാട് BJP ആണോ? BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. ഇത്തവണ എത്ര സീറ്റ് കിട്ടും? 10 സീറ്റ് കിട്ടും BJP-ക്ക്. അപ്പൊ അതാണ് ഭയങ്കര ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും സർക്കാരിന് അനുകൂലമായും അതേസമയം തന്നെ സർക്കാരിന് അനുകൂലമായും ഇനി NDA-ക്ക് അനുകൂലമായിട്ട് ഒരു ചേട്ടൻ അവസാനം വരികയും ചെയ്തു. 10 സീറ്റ് കിട്ടുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഹരിദാസ് എന്നാണ് ചേട്ടന്റെ പേര്. മെയിൻ ആളിനെ അറിയാം. എന്തായാലും പെട്ടി പൊട്ടിക്കുമ്പോ അവര് പുറകില് ഇതേപോലെ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും പേര് എന്റെ പുറകിൽ ഫോളോ ചെയ്തു വരുന്നത്. ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാവും.